കടത്തുമെന്ന് ഗൂഢാലോചനകൾ ചേർത്തിക്കൊണ്ട് ബജ്രംഗ് ദളും അതുപോലെ തന്നെ ഹനുമാൻ സേന പോലെയുള്ള തീവ്രവാദ സംഘടനകള് ക്രൈസ്തവ സഭയ്ക്ക് നേരെ കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണ പരമ്പരകളുടെ ഒരു തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ജൂലൈ 25 നടന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഉച്ചതിരിഞ്ഞ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസം. ഇതൊറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ മതേതരത്വത്തിന് കടുത്തൽ കത്തിവെക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടാകുന്നതെന്നുള്ള നഗ്നസത്യം നമുക്ക് പറഞ്ഞറിയിക്കാതിരിക്കാൻ കഴിയില്ല. ഈ തീവ്രവാദ സംഘടനകൾ ബജ്രംഗ് ദൾ, ഹനുമാൻ സേന പോലെയുള്ള ഇത്തരം വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് നിരോധിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ഇരിങ്ങാലക്കുട രൂപപ്പെടുന്നത്. ഇത്തരം തീവ്രവാദ സംഘടനകൾ നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല. ഇവർ പറയുന്നു നമ്മൾ നിർബന്ധിത മതപരിവർത്തനം നടത്തിയിരുന്നെന്ന്. 1951 സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ 2.3%. ഇന്ന് 70 വർഷങ്ങൾ പിന്നിട്ടിട്ടും ക്രൈസ്തവരുടെ ജനസംഖ്യ 1% പോലും കൂടിയിട്ടില്ല, കുറഞ്ഞിരിക്കുകയാണ്. അടുത്ത വർഷം നമ്മളുടെ കാനേഷുകുമാരി കണക്കെടുക്കും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ക്രൈസ്തവരുടെ ജനസംഖ്യ എത്രമാത്രം പിറകോട്ട് പോയെന്നു. നമ്മൾ മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യം ഒരു ഭൂരിപക്ഷ ക്രൈസ്തവ രാജ്യമായി മാറിയേനെ. നമ്മൾ മതപരിവർത്തനമല്ല നടത്തുന്നത്, മാനസിക പരിവർത്തനമാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റർമാരും വൈദികരും മിഷണറിമാരും ഇന്ത്യ രാജ്യത്ത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം പാവപ്പെട്ടവരായ ആദിവാസികളെയും ഹരിജനങ്ങളെയും ഗോത്രജനങ്ങളെയും എല്ലാം അവർക്ക് വേണ്ടുന്ന ഭക്ഷണം നൽകുന്നു, അവർക്ക് വേണ്ടുന്ന വസ്ത്രം നൽകുന്നു, അവർക്ക് മനുഷ്യോചിതമായിട്ടുള്ള പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ മനുഷ്യന്റെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള നയങ്ങളാണ്. അവരെ മനുഷ്യനായിട്ട് വളർത്താൻ, അവർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ, അവർക്ക് അജ്ഞതയുടെ അന്ധകാരം മാറ്റി അവരെ അറിവിൻ്റെ അക്ഷരങ്ങൾ പകർന്നു നൽകുന്ന മഹത്തായിട്ടുള്ള സന്ദേശങ്ങളാണ് ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ഛത്തീസ്ഗഡിൽ ഈ സംഭവം ഉണ്ടായി. അവിടെ ഭരിക്കുന്നത് വിഷ്ണുദേവ് സായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പഠിച്ച സ്കൂൾ ഏതാ? അദ്ദേഹം പഠിച്ച സ്കൂള് ഛത്തീസ്ഗഡിലെ ജബൽപൂരി എന്ന കുങ്കിരി എന്ന പ്രദേശത്തെ ജസ്യൂട്ട് സഭ സ്ഥാപിച്ച ലയോള ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 1947 അഭിമന്യ പിതാവ് എത്തിച്ചേർന്നു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ പ്രതിഷേധ സദസ്സ് ആരംഭിക്കാൻ പോവുകയാണ്. അഭിമന്യ പിതാവ് എത്തിച്ചേർന്നു കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, ഇരിഞ്ഞാലക്കുട രൂപത ഛത്തീസ്ഗഡിലെ ദുർഗിൽ വെച്ച് 2 സമർപ്പിതർക്ക് നേരിട്ട അന്യായമായ പീഡനങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട്, പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പ്രതിഷേധ റാലി ഇതാ ഉടനെ തന്നെ അഭിമന്യ പിതാവ് ചാലക്കുടി ഫൊറോന വികാരി റവറന്റ് ഫാദർ വർഗീസ് പാത്താടിന് പതാക കൈമാറിക്കൊണ്ട് ഇതാ നിർവഹിക്കുകയാണ്. അഭിമന്യ പിതാവിനെ എത്രയും വേഗം ഈ പതാക കൈമാറാനായിട്ട് ക്ഷണിക്കുന്നു. രാജ്യത്തിന്റെ വിഭാഗങ്ങളിലുണ്ടാകും. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തടയുക എന്ന് തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധ പരിപാടിയിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. നമുക്ക് കൈയടിക്കാം. രൂപത അധ്യക്ഷൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നു. ദയവായി റാലി പോകുന്ന റൂട്ടിൽ നിന്ന് മറ്റുള്ളവരൊന്ന് മാറി നിൽക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. പോലീസ് സ്റ്റേഷൻ